ബെർലിനിൽ LGBTQ വിഭാഗങ്ങളുടെ പ്രകടനത്തിലേക്ക് വാഹനമോടിച്ചു കയറ്റിയ ഇസ്ലാമിക ഭീകരനെ വെടിവെച്ച് കൊന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. 21-കാരനായ അബ്ദുൾ ബെല്ലയാണ് പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച ബെർലിനിലെ ടീർഗാർട്ടൻ പാർക്കിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ഐസൺ ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൺ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രജിത്ത്, 21-കാരനായ അബ്ദുൾ ബെല്ല എന്ന് പറയുന്ന ഒരു ഭീകരനാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ജർമ്മൻ പോലീസ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ശനിയാഴ്ചയാണ് ഈ ആക്രമണം നടന്നത്. ടീഗാർട്ടർ പാർക്കിലേക്ക് അവിടെ നടന്നിരുന്ന LGBTQ അവരുടെ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രകടനത്തിൻ്റെയും ആഘോഷ പരിപാടികളുടെയും ഇടയിലേക്ക് വാഹനം ഓടിച്ച് കയറ്റുകയായിരുന്നു. അയാൾ ഈ വാഹനം ഓടിച്ച് കയറ്റി അപ്പോൾ തന്നെ ഒരാൾ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു നിരവധി പേർക്ക്. ആ ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം ഉടൻ തന്നെ ഒളിത്താവളത്തിലേക്ക് പോയ ഈ ഭീകരനെ പിന്നീട് കണ്ടെത്തി പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വാഹനം ഓടിച്ചു കയറ്റിയപ്പോൾ തന്നെ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് പിന്നാലെ മറ്റ് ചില നിരീക്ഷണങ്ങളിൽ അതീവ ഗൗരവമേറിയ ചില വിഷയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 21-കാരനാണ് ഈ അബ്ദുൾ ബെല്ല എന്ന് പറയുന്ന ഈ ഭീകരൻ എന്നതുകൊണ്ട് തന്നെ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഭീകരതയിലേക്ക് ആകർഷിക്കാനുള്ള നീക്കങ്ങൾ, ഒരു റാഡിക്കലൈസേഷൻ നീക്കങ്ങൾ വ്യാപകമായി ജർമ്മനിയിൽ നടക്കുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവിൻ്റെ സൂചന കൂടിയായി ഇതിനെ കണക്കാക്കുന്നുണ്ട്. കേവലം ഒരു ആക്രമണം എന്നതിനപ്പുറം ഗൗരവമേറിയൊരു വിഷയമായി തന്നെ ഇതിനെ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ജർമ്മനി നിലപാടെടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡീറാഡിക്കലൈസേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിനുള്ള ശക്തമായ നീക്കങ്ങൾ ആ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇസ്ലാമിക ഭീകരത വ്യാപകമായി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ജർമ്മനിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പലതവണയായിട്ടുണ്ട് എന്നതും ഒരു ഗൗരവമേറിയ വിഷയമാണ്. ഓക്കെ ഐസൻ, എന്തായാലും ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ ഭീകരവാദം, ജിഹാദികളുടെയൊക്കെ എണ്ണം കൂടുന്നത് എന്നുള്ളതിനുള്ള തെളിവുകളാണ്. അവർ ഇത്തരത്തിൽ ആളുകളെ കൊന്നെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഐസനാണ് ന്യൂസ് ഡെസ്ക് ഇന്റർനാഷണൽ ഡെസ്കിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.